മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബുള്ളറ്റ് കൊമ്പൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രയോഗം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് ഏതായാലും അത് നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിലോ നമ്മുടെ നാട്ടിലോ അല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ തൽക്കാലം തമിഴ്നാട് നീലഗിരി മുതുമല ജനവാസ കേന്ദ്രത്തിൽ വീടുകൾ തകർത്ത് ഭീതി പരത്തി നിൽക്കുകയാണ് ബുള്ളറ്റ് കൊമ്പൻ. ആ ബുള്ളറ്റ് കൊമ്പനെ പിടികൂടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. അരിക്കൊമ്പനെ തുറന്നുവിട്ട അതേ മണിമുത്താർ അപ്പൻ കോതയാറിൽ ബുള്ളറ്റ് കൊമ്പനെയും തുറന്നുവിട്ടു എന്നുള്ളതാണ് വിവരം വന്നിട്ടുള്ളത്. രാജ്കുമാർ ഏതായാലും ഇതേക്കുറിച്ച് കൂടുതലായി പറയട്ടെ. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഈ ബുള്ളറ്റ് കൊമ്പൻ, എങ്ങനെയാണ് ആ പേര് വീണത്? ഈ പറഞ്ഞ പോലെ ഏതായാലും ഉൾക്കാട്ടിൽ തുറന്നു വിട്ടു, അത്രേ ആശ്വസിക്കാം തൽക്കാലം, അല്ലേ? ഈ അരിക്കൊമ്പൻ തമിഴ്നാട്ടിലേക്ക് കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ പിടികൂടി ഈ പറയുന്ന അംബാസമുദ്രം മണിമുത്താർ ഡാമിന്റെ ആ വനമേഖലയിലെ അപ്പർ കോതയാർ ഭാഗത്ത് തുറന്നുവിട്ടു. അരിക്കൊമ്പനെ അവർ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. അവൻ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഈ അരിക്കൊമ്പന് ഒരു കൂട്ടുകാരനായിട്ട് അടുത്ത കൊമ്പൻ, ഇപ്പൊ ഈ ചോദിച്ച ചോദ്യമുണ്ട്, ഒരു പ്രസക്തമാണത്. അതായത് ബുള്ളറ്റ് കൊമ്പൻ എന്ന് എങ്ങനെ പേര് വീണു? ശരവേഗത്തിൽ, ബുള്ളറ്റിന്റെ വേഗതയിൽ പാഞ്ഞ് ജനങ്ങളോട് അടുക്കുകയും വീടുകൾ അകത്തേക്ക് കയറി ഇടിച്ച് തകർത്ത് TV ഉൾപ്പെടെ സകലമാന ഈ ഗൃഹോപകരണങ്ങളും തകർക്കുന്നതാണ് ഈ നമ്മുടെ ഈ ബുള്ളറ്റ് കൊമ്പന്റെ ഒരു രീതി. അതിനകത്തുള്ള എന്തെങ്കിലും കഴിക്കാനുള്ളതുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ പരാക്രമമൊക്കെ കാണിക്കുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ ഈ പറഞ്ഞ കൊമ്പന്, കാട്ടാനയ്ക്ക് ബുള്ളറ്റ് കൊമ്പൻ എന്ന് അവർ പേരിട്ടത്. ഇത് വലിയൊരു പ്രശ്നമായപ്പോൾ തമിഴ്നാട് വനം വകുപ്പ്, സൂക്ഷ്മം പറഞ്ഞാൽ ഇന്ന് തൊട്ട് പുറകോട്ട് പരിശോധിച്ചാൽ 26 ദിവസം മുമ്പ് ഈ മുതുമലയിൽ നിന്ന് വനം വകുപ്പ് ആനയെ പിടികൂടി ആനമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് എത്തിച്ച് അവിടുത്തെ ആന ക്യാമ്പിൽ കഴിഞ്ഞ 25 ദിവസമായി അവിടെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടെ ചട്ടം പഠിപ്പിക്കുമെന്ന് ഇവർ ചെയ്തില്ല. അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു സംവിധാനത്തിനകത്ത് ആനയെ നിർത്തി ആ വനമേഖലയിൽ എന്താണോ കിട്ടുന്നത് ഭക്ഷണം, അതിന്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്താണോ കിട്ടുന്നത് അത് മാത്രം നൽകി ഈ ആനയെ പരിശീലിപ്പിച്ചു. തുടർന്ന് മയക്കുവെടി വെച്ച് ലോറിയിൽ കയറ്റി ഇപ്പോൾ ഈ അരിക്കൊമ്പനെ വിട്ട് അതേ സ്ഥലത്ത് മണിമുത്താർ ഡാമിന്റെ വനമേഖലയിൽപ്പെട്ട അപ്പർ കോതയാർ ഭാഗത്തേക്ക് അരിക്കൊമ്പനെ തുറന്നുവിട്ട അതേ സ്ഥലത്ത് അവിടെ ബഷീർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് രാജ്കുമാർ. ബഷീർ ചോദിക്കുന്നത് ചോദ്യം കാര്യമാണ്. ഈ റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ചായിരിക്കുമല്ലോ ഇതിനെ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ട്രാക്കിംഗ് വനം വകുപ്പിന് കഴിയും. തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ ബുള്ളറ്റ് കൊമ്പൻ്റെ സഞ്ചാര പഥമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ബഷീർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവരെ കൊമ്പ് കോർക്കുമോ എന്നുള്ളതാണ്. അപ്പർ കോതയാറിൽ ഈ അരിക്കൊമ്പനും ബുള്ളറ്റ് കൊമ്പനും തമ്മിൽ കൊമ്പ് കോർത്ത് വീണ്ടും പുലിവാൽ ഉണ്ടാകുമോ എന്ന ബഷീറിൻ്റെ സംശയം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ രാജ്കുമാറിന് അതിന് മറുപടി നൽകാൻ കഴിയുന്ന ആളുമല്ല. പക്ഷേ പ്രശ്നം അതാണ്, അത് ആളുകൾക്ക് അങ്ങനെ തോന്നാം. സ്വാഭാവികമാണ്. ഒരു സ്ഥലത്ത് രണ്ട് ചട്ടമ്പിമാർ എങ്ങനെ വാഴുമെന്നുള്ളത് ഒരു തർക്ക വിഷയം തന്നെയാണ്. അതിനി അവരുടേതായ സ്പേസ് ആ വനമേഖലയിൽ വളരെ വിശാലമായ ഒരു അപ്പർ കോതയാർ ഒരു ചട്ടമ്പി നാടായി മാറി അല്ലേ? കൊമ്പന്മാരെ കൊണ്ട് ചട്ടമ്പി നാടായി മാറിയിരിക്കുകയാണ്. അല്ല, അതാണ് ഈ അരിക്കൊമ്പനെ കാണിച്ചിട്ടുള്ള, കേരളത്തിൽ കാണിക്കുന്നതിൽ പിന്നീട് തമിഴ്നാട്ടിൽ പോയി കാണിച്ചിട്ടുള്ള ചട്ടപ്പിത്തരങ്ങൾ മുഴുവനും നമുക്കറിയാവുന്ന കാര്യമാണ്. ആ അരിക്കൊമ്പൻ ഇപ്പോൾ നല്ല കുട്ടിയായി വളരെ ഇതെല്ലാം ശീലിച്ച് ഇപ്പോൾ അവിടെ തന്നെ അരിക്കൊമ്പൻ ആ പ്രദേശം വിട്ടു പോകുന്നില്ല. അവർ ഇപ്പോഴും അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തിന്? കേരളത്തിലെ വനം വകുപ്പ് പോലും ഇപ്പോഴും അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ കയ്യിലും അതിന്റെ ട്രാക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അരിക്കൊമ്പനെ വിട്ട സമയത്ത് തന്നെ. അതിപ്പോഴും തമിഴ്നാടുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ബുള്ളറ്റ് കൊമ്പനെയും പിടികൂടി ഈ പറഞ്ഞതുപോലെ അതെ, രാജ്കുമാർ ഇപ്പോൾ പറഞ്ഞു വെച്ചത്, പരിചയപ്പെടുത്തിയത് ഒരു ബുള്ളറ്റ് കൊമ്പനെയാണ്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വരുന്ന വാർത്താ ദിനങ്ങളിലും കാലത്തും ഒക്കെ അരിക്കൊമ്പൻ പോലെ ബുള്ളറ്റ് കൊമ്പനും എന്നുള്ളത് കൂടി നമ്മുടെയൊക്കെ ഇടയിൽ ഇടം പിടിക്കുന്നു. അത് എങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നു എന്ന് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ റേഡിയോ കോളർ സംവിധാനം വെച്ച് നന്നായി നിരീക്ഷിക്കുന്നു. അപ്പർ കോതയാറിലാണ് ഉള്ളത്, ആ ഉൾവനത്തിലാണ് ഉള്ളത്. അപ്പോൾ രണ്ടുപേരാണ്, അരിക്കൊമ്പനും ബുള്ളറ്റ് കൊമ്പനും ഉള്ളത്. എവിടെയാണെന്ന് നാളത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് അപ്പർ കോതയാറിലാണെന്ന് എല്ലാവർക്കും എഴുതാൻ പാകത്തിന് ഉള്ളിൽ എടുത്തു വെച്ചുകൊള്ളുക. അപ്പോൾ രാജ്കുമാർ, ഏതായാലും രാജ്കുമാർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നൊരു കോംപ്ലിമെൻറ്റ് കൂടി രാവിലെ വന്നിട്ടുണ്ട്. അത് നേരിട്ട് അങ്ങോട്ട് തരികയാണ്. അത് രാജീവൻ്റെ വകയാണ് ആ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ശരി രാജ്കുമാർ, കാണാം. ഒരുപാട് വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് തന്നെ കൂടുതൽ വാർത്തകളുമായി രാജ്കുമാർ നമ്മുടെ മുമ്പിലേക്ക് വരാൻ ഒരുപാട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ